അർജുൻ എന്താ ഈ വെളുപ്പം കാലത്ത്? ഞാൻ പി ആയിട്ട് ജോയിൻ ചെയ്യും. കോടതിയിലേക്ക് ഇറങ്ങാം. ഈ വേഷത്തിൽ ബ്ലാക്ക് കൺഫ്യൂസ്ഡ്. കുടിക്ക്. ഇനിയും തല്ലുണ്ടാക്കാൻ ആരോഗ്യം ഉണ്ടാവണ്ടേ? ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ കള്ളം കുടിച്ച് ഭാര്യേനെ പിള്ളേരൊക്കെ തല്ലണവർ ഇങ്ങനെ ഞങ്ങൾ ഡീൽ ചെയ്യാറ്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളങ്ങനെ പലതും ചെയ്തതാണ്. നമ്മൾ അവിടെ പോയി നിന്നില്ല. ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിന് പ്രൊഫഷണലായിട്ട് വേണ്ടേ ഡീൽ ചെയ്യാൻ. കവിക്കല്ല ലെറ്റർ എഴുതി കൊടുത്തത് താനാണല്ലേ? എങ്ങനെ മനസ്സിലായി? അതെനിക്കെന്നാ കത്ത് വായിച്ചപ്പോഴേ മനസ്സിലായി. പെണ്ണ് കിട്ടാത്ത ഏതോ 90s കിഡ് എഴുതിയതാണ്. പിന്നെ മറ്റേ ഭവനവേദനത്തിന് വന്ന ആ ഒരു കക്ഷിയുടെ കംപ്ലൈൻറ്റ് ലെറ്ററിൽ കോരിച്ചൊരിയുന്ന നിശാസന്ധയിൽ ഒറ്റയ്ക്ക് തിന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതിയപ്പോൾ എനിക്ക് കൺഫേം. MA മലയാളം നല്ലതാ. ഇനി എന്തെങ്കിലും ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഡീൽ ചെയ്തോളാം. അധികമായില്ലേ? ഇനി താൻ എന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന പോലെയുള്ള അസിസ്റ്റൻറ്റ് പണികൾ മാത്രം ചെയ്താൽ മതി. അതെ, ജ്യൂസ് കുടിക്കും, എന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കും. നമ്മൾ ഡിവോഴ്സ് ആക്കി വിട്ട കപ്പിൾസ് അല്ലേ ലവ് ബേർഡ്സ് ആയിട്ട് പോകുന്നത്? പിന്നെ ഒന്നിച്ചോ? ഞാനേ അവൻ ഇങ്ങോട്ട് വിളിക്കാം, നമുക്ക് രണ്ടുപേർ കൂടി കമ്പൈൻഡ് ആയിട്ട് ഉപദേശിക്കാം. ഇന്നിപ്പോൾ ഇവിടെ അയാൾക്ക് പക്ഷെ രണ്ടടി കിട്ടണ്ടായിരുന്നു കേട്ടോ. അവനല്ല, ഞാൻ കൊടുത്തോളാം. അവനല്ല, മറ്റേ ആൾക്ക്. അതല്ലേ ഞാൻ രണ്ടടി കൊടുത്തത്. പിന്നെ ഈ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് പോകുമ്പോൾ ഇതുപോലെ തല്ലിയേസൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സാലറി കൂടാതെ സ്പെഷ്യൽ അലവൻസും വേണം. ആലോചിക്കാം. ആലോചിച്ചിട്ട് നാളെ പറ. ശരി, അപ്പോൾ ഓക്കെ, നാളെ കാണാം. അപ്പോൾ ഇതാണല്ലോ എൻ്റെ 5 മണിയുടെ ട്യൂഷൻ. എന്താ പെട്ടെന്ന് കാണാമെന്ന് പറഞ്ഞേ? നീ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് താനെന്തൊരു കള്ളസാക്ഷി പറയണം. സംഭവം എനിക്കിഷ്ടമുള്ള പരിപാടിയാണ്. എന്താണ് മൊഴിയെന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ ബൈ ഹാർട്ട് ചെയ്ത് സെറ്റ് ആയിക്കോളാം. പിന്നെ സാലറി കൂടാതെ എനിക്ക് സ്പെഷ്യൽ ബോണസും വേണം. താൻ കള്ളസാക്ഷി പറയേണ്ടത് കോടതിയിലല്ല, പിന്നെ ആ വരുന്ന ആളോടാ. എൻ്റെ അച്ഛനാ മാധവൻ നമ്പി. ഡാൻസറാ? അല്ല, റിട്ടയർഡ് SI. അച്ഛൻ പെട്ടെന്ന് എൻ്റെ കല്യാണം ഉറപ്പിക്കാൻ നോക്കി. എനിക്കിപ്പോൾ കല്യാണത്തിൻ്റെ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു റിലേഷൻഷിപ്പിലാന്ന് കള്ളം പറഞ്ഞു. അടിപൊളി. അച്ഛനെ ഇവിടെ എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാനാ വന്നെ. എവിടെ?